ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാമത്തെ തിരുവചനം. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. പരിശുദ്ധ തൃത്വ ദൈവത്തിന് സ്തുതി. അമ്മ, ആ പദത്തിന് നമുക്ക് കൊടുക്കുവാൻ പറ്റുന്ന മറ്റൊരു പേരായിരിക്കും പ്രകാശം. മറ്റൊരു പദം തേടിപ്പോയാൽ നമുക്ക് സ്നേഹം എന്ന പദവും കണ്ടെത്താം. കരുണയും വാത്സല്യവും എല്ലാം അടങ്ങുന്ന ഒരു വ്യക്തിത്വമായി തീരുന്ന അമ്മ മറിയത്തിനും നമ്മുടെ ഇടയിലുള്ള ഓരോ അമ്മമാർക്കും ഈ വിശേഷണങ്ങളെല്ലാം നന്നായി ചേരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഒരു സ്ത്രീ അമ്മയാകുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹവും വാരിക്കോരി മക്കൾക്ക് കൊടുക്കുവാൻ വെമ്പുന്ന നല്ല അമ്മമാർ. എന്നാൽ കേവലം ഒരു ഭാര്യയായിരിക്കുന്ന സമയം ആവലാതികൾ നിറഞ്ഞ സ്ത്രീ. എന്നാൽ വാർദ്ധക്യത്തിലെ ഒരമ്മയാകുമ്പോൾ സഹിഷ്ണുത നിറയുന്ന സ്ത്രീത്വം. ഭാര്യയായിരിക്കുമ്പോൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത സമയങ്ങൾ. എന്നാൽ എല്ലാം ക്ഷമിക്കുവാൻ, എല്ലാം പൊറുക്കുവാൻ പരിഭാഗത നേടുന്ന വാർദ്ധക്യത്തിലെ അമ്മമാർ. തന്നെ വേദനിപ്പിച്ച സംഭവങ്ങൾ മുതൽ നിസ്സാരമായ പിഴവുകൾ വരെ ഓർമ്മയിൽ കൊണ്ടു നടന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും കത്തുന്ന തീയിലേക്കെറിയുന്ന പെട്രോൾ ബോംബുകളായി കൊണ്ടു നടക്കുന്ന ഭാര്യ പദവിയിൽ നിന്നും എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന വാർദ്ധക്യത്തിലെ അമ്മമാരായി കാലചക്രം തിരിയുമ്പോൾ വാർദ്ധക്യത്തിലെത്തുന്ന ഓരോ അമ്മമാരും, ആ അമ്മമാരെല്ലാം ഭാര്യമാരായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പലപ്പോഴും പിണങ്ങുകയും ചീറുകയും പരസ്പരം പോരടിക്കുകയും എല്ലാം ചെയ്തിരുന്ന യുവത്വത്തിലെ മധ്യവയസ്സിലെ സ്ത്രീത്വം. എന്നാൽ ഇന്ന് അവർ അമ്മമാരായിരിക്കുമ്പോൾ തന്നെക്കാൾ കൂടുതലായി സ്നേഹിക്കുന്നു എന്ന് പരാതി പറയുന്ന ഇന്നത്തെ തൻ്റെ മകൻ്റെ ഭാര്യ. ഒന്നിൽ കൂടുതൽ മക്കളുള്ള അമ്മമാരാണെങ്കിൽ അവർക്ക് നിങ്ങളല്ലാതെ വേറെയും മക്കളുണ്ടല്ലോ, പിന്നെ നിങ്ങൾ മാത്രമായിട്ട് എന്തിനാ അമ്മയെ പൊക്കി നടക്കുന്നത്? നിങ്ങളെക്കാൾ അമ്മയ്ക്ക് നിങ്ങളുടെ അനിയനെയാണ്, പെങ്ങളെയാണ് സ്നേഹം എന്നെല്ലാം കാതിലോതിത്തരുന്ന ഇന്നത്തെ ഭാര്യമാർ. എന്നാൽ എത്രയോ തവണ ഇന്നത്തെ ഭർത്താക്കന്മാർ പറയുവാൻ ശ്രമിച്ചിട്ടുണ്ടാകും, എൻ്റെ അമ്മയ്ക്ക് ഞാനല്ലാതെ വേറെയും മക്കളുണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് ഒരമ്മയേ ഉള്ളൂ, 2-3 അമ്മമാരില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയെ നോക്കിയേ തീരൂ. നീയും ഞാനും നിൻ്റെ അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ ഞാനും നീയും എൻ്റെ അമ്മയെയും സ്നേഹിക്കണം എന്ന് പറയുന്ന ഇന്നത്തെ ഭർത്താക്കന്മാർ. ഒരുപക്ഷെ അവർ കൂട്ടിച്ചേർക്കുന്നുണ്ടാകാം, നമുക്ക് 3-4 മക്കളുണ്ടെങ്കിൽ അവരിൽ ഒരാൾ മാത്രം മതിയോ നമ്മെ നമ്മുടെ വാർദ്ധക്യത്തിൽ സ്നേഹിക്കുന്നത്? എല്ലാ മക്കളുടെയും സ്നേഹം നാം ആഗ്രഹിക്കുന്നില്ലേ? അതുപോലെ നമുക്ക് നമ്മുടെ അമ്മമാരെയും സ്നേഹിക്കാൻ സാധിക്കട്ടെ എന്ന് ഒരു ഭാര്യയോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്ന ഭർത്താവ്. ഒരുപക്ഷെ വാർദ്ധക്യത്തിലെ നമ്മുടെ അമ്മമാർക്ക് എല്ലാ മക്കളും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. പ്രത്യേകിച്ച് തൻ്റെ മകൻ്റെ സ്നേഹം തന്നിൽ നിന്നും തൻ്റെ മരുമകൾ അകറ്റുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന അമ്മമാരും നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹത്തിൻ്റെ അളവ് പോലും വ്യത്യസ്തമായിരിക്കും. എന്നാൽ എല്ലാ മക്കളെയും ഒരേപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരമ്മയുണ്ട്, സ്വർഗത്തിലെ നമ്മുടെ അമ്മ. എത്ര വലിയ പാപിയുമായിക്കൊള്ളട്ടെ, മാതാവിനെ തേടിയെത്തുന്ന ആരെയും അമ്മ നിരാശരായി മടക്കി അയക്കാറില്ല. അമ്മയെ മുറുകെ പിടിച്ച ആരെയും അമ്മ കൈവിട്ട് കളയുകയുമില്ല. ഭൂമിയിലെ അമ്മമാരോടും ഭാര്യമാരോടും മാതാവ് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകും, പക്ഷപാതം കാട്ടാതെ കൂടുതൽ നല്ല അമ്മമാരാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാനൊരു മാർഗദർശിയാകട്ടെ എന്ന്. നിങ്ങളാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചം. ഈ ലോകത്തെ അടുത്ത തലമുറയിലൂടെ പ്രകാശിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ചുമലിലേറ്റിയിരിക്കുന്ന ഇന്നത്തെ ഭാര്യമാരും നാളത്തെ അമ്മമാരും. ആ ഉത്തരവാദിത്തം നിറവേറ്റുവാൻ നമ്മുടെ ഓരോ അമ്മമാർക്കും അമ്മ മറിയത്തിൻ്റെ സാന്നിധ്യം, അമ്മ മറിയത്തിനോടുള്ള മധ്യസ്ഥത പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.